എന്റെ യൂട്യൂബ് ചാനൽ ഡിസാബ്ലാസ്. ഓടിപ്പോക്കോ സമയമായി ഗൈസ്. അതെ നമ്മളൊന്ന് പോവാണ്. കാർഡ് തുറക്കു. അപ്പുറത്തെ റൂമിന്റെ കാർഡാണോ? അടുത്തിട്ടില്ല. അവിടെ കിടന്നോട്ടെ. എടുക്കണോ? ഗൈസ് ഗൈസ് വെരി വെരി ഗുഡ് മോർണിംഗ്. എന്തിനാണ് ഞങ്ങൾ പോവാണ് ഗൈസ്. നമ്മുടെ ചേട്ടൻ നിന്റെ കോസ്റ്റ്യൂം. ഓക്കെ ഹസിക്കുട്ടന്റെ കോസ്റ്റ്യൂം ഇവിടെ നിന്ന് കിട്ടില്ല. ഇത് എന്നിട്ട് ഇവിടെ ഇത് ഇടാണ്ടല്ലോ. ഗൈസ് ഞങ്ങൾ എല്ലാവരും കൂടി പോവാണ്. ഓൾറെഡി ലേറ്റ് ആയി. 10 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിരുന്ന ആള് 10 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞേ. ഹസിക്കുട്ടാ നീ എന്താ ലേറ്റ് ആയേ? പിന്നെ ഒരു 10:15 ആൾക്ക് മനസ്സിലായി നല്ല ആൾക്കാരല്ല. അതാണ് സംഭവം. പോവാം. ഉണ്ടപ്പൻ കേറല്ലേ? നീ കേറല്ലടി. പിടിച്ചേ വേണ്ട വേണ്ട വേണ്ട. ഡോൾഫിൻ ഇങ്ങനെ പന്തുകൊണ്ട് കളിക്കണ പരിപാടി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമ്മള് നേരിട്ട് കാണും. അത് നമ്മള് ടിവിയിലാണ് കണ്ടല്ലോ. അതല്ല സ്ഥലത്തിന്റെ പേര് പാർക്ക്. അവിടേക്കാണ് പോകുന്നത്. ഈ റോഡിന്റെ പേര് എന്തിനാടാ? എവിടെ ഈ റോഡ് ഏതാ അറിയോ? അറിയില്ല. എത്ര വർഷം? 5 വർഷം. അല്ല അത് പറഞ്ഞ കാര്യമില്ല. ഞാൻ മനസ്സൊട്ടാണല്ലോ കയറി പട്ടാണയിൽ നിന്ന് ഇറങ്ങും. കാണുന്നതല്ലേ ബുർജ് ഖലീഫ. മറ്റേ ടിക്കറ്റ് ഇതിലുള്ള കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇത് ഇങ്ങോട്ടേക്ക് കയറാനുള്ള ടിക്കറ്റ് ആണെന്നുണ്ട്. ഉള്ളിലേക്ക് കയറാനായിട്ട് ഉള്ളിൽ ഫോണിൽ വേറെ ടിക്കറ്റ് ഓൺലൈനിൽ വേറെ എടുത്തിട്ടുണ്ട്. അത് കാണിച്ചു കൊടുത്താൽ മതി. ഡോൾഫിൻ. അതെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഷോ നേരിട്ട് കാണാൻ പോണേ. നമ്മളിതെല്ലാവരും ടിവിയിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. വീണ്ടും ബുർജ് ഖലീഫ കണ്ട പോലെ ഇത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് ഇത്ര എക്സൈറ്റഡ്. ഇത് അവിടെ ഒട്ടകം ഇരിക്കേണ്ടത്. തേടി ഒട്ടകം. ആ ദേ കിടക്കണ ഒട്ടകം. കണ്ട നിങ്ങൾ ഒട്ടകത്തിനെ കണ്ടത്? അങ്ങോട്ട് വാങ്ങടാ. ഒട്ടകത്തിനെ കാണാൻ പോയി. പോണി. ഹസിക്കുട്ടാ ഡോൾഫിനെ കാണിച്ചു തരാം. പോട്ടെ. ഇങ്ങോട്ട് വാ. മക്കാവല്ലത്. വാ. അതിന്റെ പേരാണ് മക്കാവോ. കിട്ടില്ല ടിക്കറ്റ് കാണിച്ചേ. ഓക്കെ 3 rupees. ഓക്കെ താങ്ക് യു. പോരെ. ഓ ഗായ്സ് ആര് വെള്ളം തെറിപ്പിക്കുന്നത്? ഇവന്മാരെ എവിടെ പോകും? ഇവരാരും കാണാല്ലേ? ഉള്ളിലൊളിച്ചിരിക്കും. എന്റെ ഉള്ളില് അത് വീഡിയോ അല്ലേ? ഇതിന്റെ അടിയിലാ. ശരിക്കും ഒരു എന്താ പറയാ സ്റ്റേജ് സെറ്റപ്പ് അല്ലേ? അവിടെ ലോക്ക് ചെയ്തിട്ടൊക്കെ കണ്ട അവർക്ക് നമ്മളെ കാണാൻ വേണ്ടി അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്ക. അല്ല അവിടെ ഗ്രില്ല് ഇട്ടാണ്. നീ അവിടെ സ്റ്റക്കായിട്ട് ഉണ്ടാവട്ടോ. അപ്പുറത്തെ സാധാരണ introducing the young sea. Her name is Adela. With further trigger is Sippy. Is bold, is beautiful, is a stronger woman. Clap your hands, let's do this. That's right. Let me tell you more about sea. She's only 8 years old. Stronger. Hey, where's she going? Where is she going? Dancing! Oh, she's doing some like that.
play together. Here we go. 1. Look, she's playing and dancing, mashallah. That's 1. 2. Come on. With the love, Adela. Wait, I forgot to tell you something. Today's Friday, and Friday evening it's a weekend. ഷോപ്പിങ്ങിന് പോവാ അല്ല അത് You know, friends, she's in love. The ball, the connection of the funny scene. Sea to one two color of families, the sea lion and the funny seal. It's going to be a big celebration. Mashallah! Look, here they are, the superstar of the show. Wow. What's their names? I'm about to tell you. This is Nemo. Take it all. The trainer is Elia. Good morning. The ring. Woo! That's awesome. Gonna bring you some more fun and excitement. Let's do this. Fire! Let's name with Flynn. വെള്ളം തെറിച്ചില്ല അത് വീഡിയോയിൽ കിട്ടിയില്ല അതുകൊണ്ട് ഒരെവിടെ ഉണ്ട് Thank you. That's it. എടുത്തോ But now, every dolphin has a superhero. So we sit back and celebrate happiness, dolphins singing. ഡോൾഫിന്റെ പാട്ട് പാടുക ഡോൾഫിന്റെ പാട്ട് കേട്ടോ ഇതൊന്നും കാണാനുള്ള കേസ് കേട്ടാ Surprise! Butterfly. The wings. No? What? It's a beautiful heart. I love it. Thank you so much, Nemo. That was incredible. It's beautiful. It's amazing. It's fantastic. We roll it together with some magic. Big clapping to all of you guys around here. And right side, he comes all the way from നന്നായിരുന്നില്ലേ ഈ ഷോ നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ട് വേണം പട്ടീനെ ട്രെയിൻ ചെയ്യണ പോലല്ലോ പുറത്തേക്ക് പോവാം പണിച്ച് ഇവിടെ കുറെ കുഞ്ഞു ഡോൾഫിനുകൾ ഉണ്ടല്ലോ ഇവിടെ നോക്കിയേ കുഞ്ഞു ഡോൾഫിൻ ഉണ്ടല്ലോ ഇവിടെ ഒക്കെ ഭയങ്കര എക്സ്പെൻസ് ആയിരിക്കും ഇവിടെ 49 ഉള്ളൂ അങ്ങനെ ഡൈനോസറുകളുണ്ട് കുറെ സാധനങ്ങളുണ്ടല്ലോ നല്ല രസമുണ്ടായി അല്ലേ എനിക്ക് ഇഷ്ടമായില്ലേ ആ പിന്നെ ഇത് സംഭവേ ഇവരെ എങ്ങനെ ട്രെയിൻ ചെയ്ത് സാധാരണ നിനക്കൊന്നും ഇഷ്ടമാറില്ലല്ലോ ആ ഇതെങ്ങനെ ട്രെയിൻ ചെയ്തിരിക്കണെന്ന് പറഞ്ഞു പക്ഷെ സംഭവം എന്തായാലും നൈസായിട്ടുണ്ട് എത്ര 15 വർഷമൊക്കെ ആയിട്ടുള്ള സാധനം അവിടെ തന്നെ ഉണ്ടായതായിരിക്കും ചിലപ്പോ ആ 15 വയസ്സ് മറ്റേ ആ നീർനായ 2 നീർനായ അത് അഭിനയിക്കണ പോലെ എന്തൊരു സിനിമ ആ ഡോൾഫിനോട് പറയുമ്പോ കേറി കിടക്കാ ഡാൻസ് കളിക്കാ എന്നിട്ടല്ലേ അവര് ചെയ്യണ പോലെ അതുപോലെ തന്നെ അല്ലേ ഹസിക്കോട്ട് എന്തെങ്കിലും കാണാൻ പറ്റില്ലേ ഹസിക്കോട്ടാ വലുതാകുമ്പോ വീഡിയോ കണ്ടാ കേട്ടാ
ഭക്ഷണം കൊടുക്കണം പോകണിട്ട്. ആ ഭക്ഷണം മീൻ മീനും കൊടുക്കട്ടെ. വേറെന്തോ ഫീഡ് വേറെന്തോ ഒരു ഓരോന്നിനും ഓരോന്ന് കഴിയുമ്പോഴും എന്തോ കൊടുക്കുന്നുണ്ട്. സ്ഥലം പോലീ സാർ. ഇനി അടുത്ത നമ്മള് പാമ്പ്. ഇന്നലെ നമ്മൾ ജസ്റ്റ് പോയി. ഇന്നലെ നമ്മൾ പോയി കറങ്ങിയ സ്ഥലം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മള് വേറെ സ്ഥലങ്ങളിലൊക്കെ കറങ്ങി നടന്ന് വണ്ടിയിൽ ഇറങ്ങാണ്ട് വണ്ടി കൂടെ നമ്മൾ കറങ്ങി കണ്ടില്ലേ. ആ സ്ഥലത്തേക്ക് നമ്മൾ ഇന്ന് പോവാണ്. അതിന്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണെന്നാ പറഞ്ഞത്. പോയി നോക്കാം എന്താ അവസ്ഥ. പാമ്പ് എന്ന് പറഞ്ഞാൽ ഇത് പന പോലെ നിക്കണ പാമ്പില്ലേ, അതിന്റെ ഇല നിക്കണ അതിനുള്ള പാമ്പ് വ്യൂ എന്ന് പറയണേ. ഓരോരുത്തർ കിടക്ക്. ഡോൾഫിൻ ഷോ അടിപൊളിയാ, നല്ല രസമുണ്ട്. 70 വർഷം കഴിഞ്ഞ് എങ്ങനെയായിരിക്കും? അതാണ് ഈ മ്യൂസിയത്തിന്റെ ഉള്ളില്. അതിനുള്ളിൽ കയറാൻ പറ്റുമോ നമുക്ക്? എത്ര നിലയുണ്ടെന്ന് ഗസ് ചെയ്യാം. അതിനകത്തൊരു 30 നില. എത്ര നിലയുണ്ട്? 7 നിലയുള്ളൂ. ഇത്ര ഹൈറ്റില്ല. ഓ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ആൾക്കാരുണ്ട് കേട്ടോ. അടുത്ത 70 വർഷം 7 വർഷം നീ പോയിട്ടുണ്ട്. അടുത്ത 7 വർഷം എങ്ങനെയായിരിക്കും എയർ ടാക്സി? നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇതേ പോണു സാർ. ലാവണ്ടർ കളറ് ലംബോർഗിനി ഉറൂസ്. ലംബോർഗിനി ഉറൂസ്. ഇത് പിന്നെ നല്ലതാ. മറ്റേത് ആവ പോലെ പതിഞ്ഞു കിടക്കും ചെയ്യും. രണ്ടുപേര് കയറാനും പറ്റുള്ളൂ. അതാണ് നിന്റെ പരാതി. അല്ലാണ്ട് എന്തിനത് കൊള്ളാം, എന്തിനു കൊള്ളാം. രണ്ടുപേര് കയറും ചെയ്യണം. കേറാനും പറ്റില്ല. ഇത് ശരിക്കും ഒരു മാള് പോലെയല്ലേ? മാളാണത്. ആ അക്കിൽ ഗ്രൂപ്പ് കുറെ കൺസ്ട്രക്ഷൻ ഉള്ളവരുള്ളോ? എന്റെ കുഞ്ഞിക്കാലം എത്തണില്ല, ഭയങ്കര സ്പീഡാ. കുഞ്ഞിക്കാലം എത്തണില്ല. ആർക്ക്? ജിതികാലൊക്കെയാണെങ്കിൽ നമ്മളിവിടെ എത്തുമ്പോഴത്തേനും ആളില്ല അവിടെ എത്തും. എന്നിട്ട് ആൾ ഫ്രണ്ടിൽ കൂടെ പോകണം. അതെ, നമ്മള് സ്റ്റെപ്പൊക്കെ നമ്മള് ലിഫ്റ്റ് കയറി പോകുമ്പോ ആള് ഞാൻ സ്റ്റെപ്പ് വരെ വരുന്നത്. നമ്മൾ ചോദിച്ചേക്കല്ലേ സ്റ്റെപ്പ് വരെ വരുന്നത്. ചേട്ടാ സ്റ്റെപ്പ് കയറിയിട്ടാണോ പറഞ്ഞേ? ജിതി ചേട്ടാ സ്റ്റെപ്പ് കയറിയിട്ടാണോ പറഞ്ഞേ? സ്റ്റെപ്പ് കയറിയിട്ടാണോ പറഞ്ഞേ? ഒറ്റടിക്ക് മോളിക്കോ? കാഴ്ചകളൊക്കെ ഉണ്ട് പൊക്കോ. ഹസിക്കൊട്ടൊക്കെ ഉണ്ടോട്ടാ. എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇത് നല്ല വെള്ളം. ഹസിക്കൊട്ടാ മീനെ കണ്ടാ നീ? വാ വാ വാ. ലിഫ്റ്റ് കുറച്ചടന്നിട്ട് നമ്മള് ജുമേറയുടെ ഉള്ളിലാണ് കേട്ടോ. സ്ക്രീനിൽ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കൺസ്ട്രക്ഷൻ ലെവല് കാണുന്നുണ്ട്. And 5 kilometers north to south from the ocean to build the 17 fronds in the shape of a palm. കണ്ട നീ ഹോട്ടൽ നമ്മൾ ഇന്നലെ കണ്ടാലേ അറ്റ്ലാന്റിസ്. Tourist destinations such as the View is a bridge. This bridge transports over 100,000 cars daily. That is over 1 billion cars a year. ഒരു കാര്യം ശ്രദ്ധിച്ചാ, ഇതിനകത്ത് ഇന്ത്യക്കാരായില്ല. എല്ലാവരും പുറത്തുനിന്നുള്ളവരാ. അന്നെ ഇന്ത്യക്കാരില്ല ഇതിനകത്ത്. നമ്മൾ മാത്രമേ ഉള്ളൂ. Through Dubai Icon, nearly 100 million cubic meters of sand from the bottom of the sea and 7 million tons of rock from nearby mountains in the Northern Emirates were carefully positioned using GPS technology and satellite images from space technology. It is one of the few islands in the world that can be viewed from space with the naked eye. എല്ലാം ഞാൻ ഹസിക്കുട്ടിനെ കാണിച്ച് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് വലുതാകുമ്പോ അതിനകത്ത് പാംജുമാറയിൽ ഒരു വീട് മേടിച്ചു ഹസിക്കുട്ടാപ്പി. ഷാരൂഖ് ഖാന്റെ വീടിന്റെ അപ്പുറത്ത് മേടിച്ചാൽ മതി. എന്റെ പൊന്നോ.
നിങ്ങൾ പോയി നോക്കി, ഞാൻ അവിടെ ഇരുന്നു. എവിടെ പോയി നോക്കിട്ട് എന്റെ പൊന്നെ നോക്കി, ഇതാണ് എന്റെ ഇതാണ് വ്യൂ. ഈ ഫോണ് അവിടെ നല്ല കാറ്റുണ്ട്. അത് കണ്ട, അതവിടെ മറ്റേ ഇങ്ങനെ മറ്റേ ചക്രം. പിന്നെ ഓട്ടിട്ട് നോക്കി, നല്ല രസമുണ്ട് കാണാൻ, നല്ല രസമുണ്ട്. ഇത് കണ്ട, കുറെ ആൾക്കാരുണ്ട് ഇവിടെ കാണാനായിട്ട്. കണ്ട എന്നിട്ടാ ഞാൻ പറഞ്ഞു, നല്ല രസമുണ്ട് കാണാൻ. ഇത് ശരിക്കും ഉണ്ടല്ലോ, കുറച്ചും കൂടി നല്ല ഹൈറ്റിൽ നിന്നിട്ട് നോക്കുമ്പോഴാണ് നല്ല രസം ഉണ്ടാവുക. ഇതിനേക്കാളും ഭംഗി കുറച്ചും കൂടി ഇവിടെ നിന്ന് ഞാൻ കിട്ടും. കാരണം ഇവിടെ നിന്നാണ് അങ്ങോട്ട് പോണത്. മറ്റേ ചിറക് പോലെ കണ്ട എല്ലാ സൈഡിക്കും പോണണ്ട. കൺസ്ട്രക്ഷൻ ആണ് ഇതിന്റെ മെയിൻ. എങ്ങനെ ഇത് റെഡിയാക്കി എടുത്തേക്കണേ. ഇത് അതുപോലെ കടലായിട്ട് കിടന്ന സാധനം അത് അവിടെ കാണുന്നുണ്ട്. അതുപോലെ കടലായിട്ട് കിടന്ന സാധനം ഇങ്ങനെയാക്കി എടുത്ത് എത്ര വർഷം കൊണ്ടോ, എത്ര 15 മാസ്റ്റർ പ്ലാൻ ഇട്ടു. 10 വർഷം കൊണ്ട് എടുത്തുണ്ടല്ലേ. 10 വർഷം മേളിൽ എടുത്തുണ്ട്. അല്ല എന്നാലും എന്നിട്ടാ ഇങ്ങനെ ആക്കി എടുത്തേക്കണേ. ഓക്കെ, എന്തിട്ട് ഭംഗിയില്ലേ. ഇതിങ്ങനത്തെ ഏതോ ഒരു ഇതില്ലേ, ഇതിങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോണേല് ഈ തൊറ്റത്തായിട്ട് ഏതിലോ ഒരെണ്ണാണ് ഷാരൂഖ് ഖാന്റെ വീട്. ഇന്നലെ വണ്ടിയിൽ പോയപ്പോ കാണിച്ചെന്താ നമുക്ക് കയറി നോക്കും. എന്തേലും കാണാൻ പറ്റണ്ട, എന്തേലും കാണണ്ട. അടിയിലാണ് അതിന്റെ സുന. എന്തേലും കാണാൻ പറ്റണ്ട നിനക്ക്. എന്തിനു തെറ്റിയത് എന്നിട്ടാ? നശിപ്പിച്ചു, ഗ്ലാസ് പൊട്ടിച്ചു. സാധാരണ അങ്ങനെയല്ലല്ലോ. എന്തിട്ടടി, എന്നിട്ട് ഇതിൽ കൂടെ കാണാൻ പറ്റണ്ട. എന്തിട്ട് ചിരിക്കണേ, എന്തിട്ടടി, എന്തിട്ടാ? രണ്ട് കണ്ണാടി ഒരുമിച്ച് കാണാം. അതൊന്നും കാണാനില്ല, അതല്ലേ പുള്ളിയല്ലുള്ളു തള്ളി മറക്ക മിസ്സിന് പോണതാണോ? അത് പച്ച കടല് മൊത്തം പച്ചയാ. പച്ച കാണാതെ കണ്ട് എടി അറിയണവര് ഇതൊക്കെയാണായിരിക്കും. നിനക്കറിയ വിശ്വാസമില്ല. അലിയും കേറിയത് കൊണ്ട് നോക്കണം. എനിക്ക് മനസ്സിലായില്ല, എനിക്കൊന്നും കണ്ടില്ല. നമ്മുടെ പരിപാടി കഴിഞ്ഞു. പാമ്പി കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഒരുപാട് കാര്യങ്ങളും. അതെ അതെ, പാമ്പിയില് ഭയങ്കര രസമാണ് കേട്ടോ അടിപൊളിന്ന് കാണാന്. അപ്പൊ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളവര് ഇങ്ങോട്ട് വരിക, എക്സ്പീരിയൻസ് ചെയ്യാം. പാമ്പി കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ ശരിക്കും എത്ര പാമ്പിന് ടിക്കറ്റ് എത്ര വരണേ? പാമ്പിയുടെ ടിക്കറ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ബുർജ് ഖലീഫ 150 അല്ലേ? 150, 125. ഇവരുടെ വെബ്സൈറ്റ് ഉണ്ട്, ദുബായിയുടെ വെബ്സൈറ്റ്, ഗവൺമെന്റ് വെബ്സൈറ്റ്, അതിൽ നോക്കിയാൽ മതി. പാമ്പിന് എത്ര ഓർമ്മയില്ല. ബുർജ് ഖലീഫ 150 റേഞ്ച് ആണെന്ന് എനിക്കറിയാം. പാമ്പി ചിലപ്പോൾ ജിതിൻ ചേട്ടൻ ഫ്രണ്ടിലുണ്ട്, ആൾക്കറിയാം. മുന്നേക്ക് ബാക്കിലുണ്ട്. ഇനി നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ ഭക്ഷണം കഴിക്കാൻ പോകണം. ഇപ്പോൾ സമയം 2:30. ഇന്നലെ നമ്മൾ പറഞ്ഞോളൂ നമുക്ക് ഇന്ന് മുതൽ ഓൺ ടൈമിന് ഫുഡ് കഴിക്കണം. പക്ഷെ നടപടി ആയില്ല. ഉച്ചയ്ക്ക് 2:30 നേരെ നമ്മൾ ഇന്നലെ കഴിച്ച സ്ഥലത്ത് ഇന്നലെ കഴിച്ചപ്പോൾ നമുക്ക് നല്ല ഇഷ്ടമായി. അവിടെ ലഞ്ച്
അവിടെ മറ്റേ ഊണ് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അതും നല്ല മത്തി ഫ്രൈയും കിട്ടും. അതും കഴിച്ച് ഊണ് കഴിക്കാതെ നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോയിട്ട് ഉണ്ണിക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. അതാണ് പരിപാടി. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നേരെ ഫുഡ് ശരിക്കും ഉണ്ട് അവന്. മറ്റേ പഴവും മറ്റേ സാധനമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഉണ്ടാക്കണം. അതുണ്ടാക്കിയിട്ട് നേരെ ഡെസേർട്ടിലേക്ക്. അതാണ് നമ്മുടെ പരിപാടി. അപ്പം നമുക്ക് നേരെ ഓഫ് ടു ഫുഡ് അടിക്കാം. കിടക്കണം നമ്മുടെ ഫോർച്യൂണർ. ഞാൻ പെണ്ണിരുന്നോളാം. ഓടി കയറും. ഒരാളിപ്പുറത്തെ കൂടെ നോക്കാം, അന്നപ്പുറത്തെ കൂടെ നോക്കാം. അമ്മയ്ക്ക് എന്തിനാ വേണ്ടേ? ചട്ടിച്ചോറ്. നിങ്ങക്ക് എന്തിനാ? നിനക്ക് എന്തിനാ? നിനക്കാണ് ചട്ടിച്ചോറ്, ഞങ്ങക്ക് ഊണ് അല്ലേ? നിനക്കല്ല. ഹസിക്കുട്ടന് വേണ്ടേ? വേണ്ടേ? അടിപൊളി മത്തിയുള്ള മനസ്സിലായ നിന്റെ അത്ര ഉണ്ടല്ലോ ഓരോന്ന് അല്ലേ? നല്ല വലിയ മത്തിയാ. എനിക്കൊരു ഹെൽപ്പും കൂടി മിസ്റ്റേക്ക്. അറിയണോ മത്തങ്ങ ശരിയാണോ? അല്ല ഇന്നലത്തെ മതി. ആ സാധനം മതി കേട്ടോ. ഇത് കൂമ്പ് കുടപ്പനാ മത്തിയൊക്കെ അടിപൊളി സാധനം. അതെനിക്ക് വിളിക്കും. അവൾക്ക് വായി ചോദിച്ചോട്ടോ. അത് ചേട്ടാ വിളിച്ചോ? ലെങ്താണ് കയറിപ്പോ. നമ്മള് ഭക്ഷണം കഴിച്ച് അവിടുന്ന് ഇറങ്ങി. ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. വീട് മീൻസ് നമ്മളുടെ ഹോട്ടലിലേക്ക് വന്നു. ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഹോട്ടലിലേക്ക് വന്ന് ഉണ്ണിക്ക് ഫുഡ് ഉണ്ടാക്കി. ഇപ്പൊ നമ്മള് നേരെ പോവാണ് ഡെസേർട്ട്. ഏത് ഡെസേർട്ട് ചേട്ടാ? അവിയറാ? അവിയർ ഡെസേർട്ടിലേക്ക് പോണം. ഹസിക്കോട്ടെ അവിയർ. നീ എന്തിനാ കേട്ടെ? അവിയലല്ല അവിയർ. അവിയർ ഡെസേർട്ട്. ആ പറഞ്ഞ ഡെസേർട്ടിലേക്കാണ് നമ്മൾ പോണത്. വാ ഒന്നവിടെ മണലെന്താ താഴേക്ക് പോവാത്തേന്നാ നീ പറഞ്ഞേ? മടലും ചേട്ടൻ പനിയില്ലല്ലോ. ഇല്ല, നിങ്ങൾ ഞാൻ അവിടെ കാണാം. ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മളെത്തി. എവിടെ? ഈ മണ്ണിലത്തെ അപ്പൊ താഴ്ത്താം. ബാ ഇപ്പൊ നീ കേറിക്കോ. പൊന്നീസേ പേടിയുണ്ടോ? വണ്ടി കിടന്ന് തിരിഞ്ഞു മറിഞ്ഞു പോവും. പേടിയില്ല? ആ കണ്ണട പൊട്ടിക്കില്ല കേട്ടോ. അതാണോ കണ്ണട പൊട്ടിക്കില്ല? പിടിച്ചിരുന്നോട്ടാ, കൈയൊക്കെ പിടിച്ചിരുന്നോ? നീ പിടിച്ചേ. അമ്മ പിടിച്ചു. ഞാന് മൊത്തം 15 വർഷമായി ദുബായില്. 12 വർഷമായില്ലേ. ഇതൊരു ജോലിയല്ലേ? അല്ല വണ്ടി ഓടിക്കാൻ ആഗ്രഹം. ആ അതെ. സത്യത്തിൽ ഞാൻ ഇതിൽ എത്തിപ്പെട്ടാണ്. ഞാൻ ആദ്യം സിറ്റി ടൂർ മാത്രം ഉണ്ടായിരുന്നു, അബുദാബി ദുബായ് സിറ്റി ടൂർ. പിന്നെ കമ്പനിയിൽ ഒഴിവ് വന്നപ്പോൾ എന്നോട് എടുക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ മാത്രമേ മലയാളി ഉള്ളൂ സഫാരിയില്. പാകിസ്ഥാനികള് എന്തിട്ട് മണ്ണല്ലേ? ഒന്ന് കാണണ്ടേ നിങ്ങൾ വന്നിട്ട്? കണ്ട ഇതാണ് മരുഭൂമി. സിനിമാറ്റിക് ഒന്നും വേണ്ട. ഇതാണ് നമ്മുടെ വണ്ടി ഓടിച്ചു വന്ന ചേട്ടൻ. ചേട്ടന്റെ പേര് പറഞ്ഞു? റഹീം ചേട്ടൻ. മലപ്പുറത്ത് അല്ലെ, കോട്ടയ്ക്കലാണ് ചേട്ടന്റെ വീട്. അപ്പൊ ചേട്ടനാണ് ഞങ്ങളെ ഓടിച്ചു കൊണ്ടത്. ഇതാണ് നമ്മുടെ വണ്ടി. ഇതാണ് ലാൻഡ് ക്രൂസർ. ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടിയിൽ കയറുന്നത്.
അതെ നിങ്ങൾ നമ്മുടെ വീട്ടിൽ കയറിയില്ല. നമ്മുടെ വീട്ടിലെ വണ്ടി ലാൻഡ് ക്രൂസർ അല്ലല്ലോ. അല്ലല്ലേ? ആ അതെ, ആളുടെ ചേട്ടനാവും ഇത് അല്ലേ? അവിടെ ഇങ്ങോട്ട് യെസ് ഗായ്സ്, നോക്ക് ഇവിടെ നിന്നാണ് നമുക്ക് വെളിച്ചടിക്കണത്. അതുകൊണ്ട് എന്റെ കണ്ണ് ചിമ്മണു. ഐ ക്യാൻ ഡു ദിസ്. ഹാ ഗായ്സ്, ഇതാണ് ഇത്. എനിക്ക് ശരിക്കും ഇത് കാണുമ്പോ പേടിയാവാ ചെയ്യണം അല്ലേ? നീ പേടിക്കണേ? ആ മറ്റേ സിനിമയിലത്തെ കാര്യം വെച്ചിട്ട് സിനിമത്തെ കാര്യം ആടുജീവിതത്തിന്റെ സിനിമ കണ്ടിട്ടില്ലല്ലോ. നോവല് വായിച്ചിട്ടേ ഞാൻ എനിക്ക് ആളുടെ കാര്യം ആലോചിക്കുമ്പോ ദൈവമേ ഇതുപോലൊരു മരുഭൂമി എന്ത് ചെയ്തിണ്ടാവും ആള്. ഞാനത് ആലോചിച്ചേ. മണ്ണലൊക്കെ നോക്കി, മണല് പൂഴി മണല് ചെരുപ്പിട്ടിട്ട് എന്തിനാ? കോൺക്രീറ്റ് പണിയാണോ? നിറച്ച് വണ്ടികളല്ലോ നമ്മള് വന്നപ്പോഴത്തേനും അല്ലേ? നമ്മള് മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പൊ നോക്കിയേ, നമുക്ക് ഭയങ്കര ഐശ്വര്യാട്ടാ. എന്തായി പൊന്നിസേ, ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം എടുത്ത് ഞാൻ അതൊക്കെ കാറ്റിന്റെ ദശ അറിയാനായിട്ട് ഇത് ഉപയോഗിക്കും ഗൈസ്. ദശയല്ല, ദിശ. അടി അതിന്റെ ഉള്ളിൽ പാമ്പുണ്ടാവും. പാമ്പിന് വേണം നിനക്ക്? അന്നക്ക് കാണണോ പാമ്പിനെ? പാമ്പ് പോയ പാടുണ്ട് ഇവിടെ, നോക്കിയാ മതി. അങ്ങനെ പോട്ടെ. ശരിക്കും പറഞ്ഞാൽ ലാൻഡ് ക്രൂസറിന്റെ അടുത്തുനിന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കാം അല്ലേ? ചേട്ടൻ വിളിക്കണ്ട് പാപ്പോ. ഗൈസ്, നമ്മുടെ സമയം കഴിഞ്ഞു. നമ്മള് വന്നതിന് ശേഷം ഒരു ലോഡ് വണ്ടികളൂടെ ഉണ്ടായിരുന്നു. പാമ്പിന്റെ സൗണ്ടാണോ? നിനക്ക് തോന്നിയ പാമ്പിന്റെ സൗണ്ട്? ഞാൻ പറഞ്ഞില്ലേ പാമ്പുണ്ട് ഗൈസ് ഇവിടെ. മരുഭൂമിയിലെ പാമ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം തന്നെ. നോക്കി, അല്ല മരുഭൂമിയിലെ പാമ്പ് ഭയങ്കര പേടിപ്പെടുത്തുന്ന പാമ്പാ. എന്തടി ഒട്ടകപ്പാല്? പിന്നെ ഒട്ടകത്തിന് എങ്ങനെ ഇരുത്തിട്ട് കിടക്കാൻ പറ്റണേ? ആ, ഒട്ടകപ്പാല് കുടിച്ചോ? ഒട്ടകപ്പാല് ഒട്ടകത്തിന്റെ പോലെ ആവാം. മുതിര തിന്നാ കുതിരയുടെ പോലെ. പിന്നെ അതെ, ഇത് ഇത് ശരിക്കും ഭയങ്കര സെറ്റപ്പ് അല്ലേ? എന്നിട്ട് ഇത് എന്റെ പൊന്നിച്ച് നിന്റെ ചൂട് കൂടായിരിക്കും, അതായിരിക്കും. ഇത് ശരിക്കണേ ഇത് എന്തിനാ പറഞ്ഞാള്? ഇത് ഭയങ്കര സെറ്റപ്പാട്ടാ. മരുഭൂമിയിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ലേ? എല്ലാരും ഫാം ഹൗസ് പോലെ എല്ലാ പരിപാടികളും എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയാണ് കേട്ടോ. ഇത് ഇങ്ങനത്തെ ഒരു ഏരിയ കണ്ടോ നിങ്ങള്? ഇവിടെ നടുക്ക് പരിപാടിയാണ്. സാധാരണ മറ്റേ ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ബാർ ഉണ്ടെന്ന് പറഞ്ഞേ, മറ്റേ നോമ്പായ കാരണം അടച്ചേക്കണം, അല്ലെങ്കിൽ അൺലിമിറ്റഡ് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞേ. പിന്നെ മറ്റേ ഇത് എന്നിട്ടാ ഇവിടെയാണ് മറ്റേ എന്തിന്റെ പേര് നടക്കാറ്? ബെല്ലി ഡാൻസ്, അങ്ങനെ സാധനങ്ങളൊക്കെ നടക്കാറ്. ബെല്ലി ഡാൻസ് ഇല്ല, പക്ഷെ വേറെ എന്തൊക്കെയോ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എവിടെ നമ്മുടെ ചെയറും കാര്യങ്ങളൊക്കെ എവിടെയാണ്? എങ്ങനെ ഉണ്ടായിരുന്നു അറബി ഡ്രസ്? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ലുക്കായിട്ടുണ്ടായിരുന്നു. ഒരു അറബി പെണ്ണിനെ കല്യാണം കഴിച്ചല്ലോ എന്നാലോചിക്കാ. നോക്കണ്ടോ? അപ്പൊ നെറ്റിപ്പൊട്ടൊക്കെ ആനയുടെ പോലെ എന്താ പറയല്ലേ, അവർക്ക് മനസ്സിലാവും. നോൺ വെജ് കയറിയപ്പോഴാണ് പ്ലേറ്റ് കാണാൻ ഒരു ഭംഗിയായ. നോൺ വെജ് കയറിയപ്പോഴാ പ്ലേറ്റ് ഭംഗിയായെന്ന് അല്ലേ? പച്ചക്കറി ആയിട്ടൊരു ഭംഗി ഉണ്ടായില്ല. എങ്ങനെയുണ്ട് മനസ്സിലാ ഫുഡ്? നല്ലതാണോ? നല്ല സാധനം. ചിക്കൻ, മട്ടൺ, ഫിഷ്, മീറ്റ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ ഇതൊക്കെ ഉണ്ട്. ഞാനും എടുത്തിട്ടുണ്ട്. ഹസിക്കോട്ടെ മാത്രം കഴിക്കണില്ല. What else? I see the steam rising off you while you fanning this out. Inhale, exhale while you're deep in the know. Mommy hotter than the Russian, cause it's deep in the stove. And I got a whole weapon to the building.
മിസ്സേ ഗൈസ് ഞങ്ങള് പിന്നെയും കണ്ണടച്ചിരിക്കേ ഗൈസ് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ വേറൊരു ലാൻഡ് ക്രൂസറിൽ നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. ആ അയൽ രാജ്യക്കാരനാണ് നമ്മുടെ വണ്ടി ഓടിക്കുന്നത്. ഉറക്കെ പറഞ്ഞു നീ നീ പറയുന്നത് പിടിക്കല രണ്ടെണ്ണം കൂടി നമ്മുടെ അയൽ രാജ്യക്കാരനാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മൾ കുറച്ച് ദൂരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഫോർച്യൂണറിന്റെ അടുത്തെത്തും. പിന്നെ അവിടെ നേരെ നമ്മൾ വീട്ടിലേക്ക് ഹോട്ടലിലോട്ട് പോകും. ഇതാണ് നമ്മുടെ പരിപാടി. ഇന്നത്തെ പരിപാടികൾ വെരി 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 ബിസി ആയിരുന്നു. റഷ് പരിപാടികളായിരുന്നു. റഷ് പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ കഴിക്കുന്ന അതല്ല ഞങ്ങൾ ഉച്ചക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിച്ച് ഞങ്ങള് അത് വേറെ കാര്യം കേട്ടോ. ഞങ്ങളവിടെ ചെന്നപ്പോ തന്നെ ഇരിക്കാൻ പറ്റിയില്ല. ഞങ്ങള് കുറച്ചേരം വെയിറ്റ് ചെയ്തത്. അതുകൊണ്ടല്ല ആകെ വന്നത് എനിക്ക് തോന്നിയത്. പക്ഷെ നമ്മളത് കവറപ്പ് ചെയ്തെടുത്ത് എന്നിട്ടായാലും ഭക്ഷണം അടിപൊളി ഫുഡായിരുന്നു. അത് ഞങ്ങള് ചെന്ന വഴിക്കുന്ന ഫുഡ് ഇപ്പോഴത്തെ ഫുഡ് നല്ല ഫുഡ് തന്നെയായിരുന്നു. കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ ഓൾറെഡി 4 മണിക്ക് കഴിച്ചാരണം. വലിയ കാര്യമൊന്നും കഴിക്കാൻ പറ്റില്ല. ഇനി രാത്രി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ പോലെ അല്ലാടെ പൊന്നാരക്കാന്റെ കടയാ. അപ്പൊ അത്രയ്ക്കുള്ളൂ. വേറെ ചേട്ടനും കൂടി ചോദിച്ചു ഇത് വരാപ്പുഴ ഇത് കോട്ടയം. അപ്പൊ അത്രയ്ക്കുള്ളൂ. നമ്മളിപ്പോ തിരിച്ച് വണ്ടി അവിടെ ഇട്ട് നേരെ വീട്ടിലേക്ക് പോകും. അതാണ് നമ്മുടെ പരിപാടി. ഫ്രണ്ടിൽ കൂടെ ഒക്കെ ലാൻഡ് ക്രൂസറുകൾ മാത്രമേ പോയിക്കൊണ്ടുള്ളൂ. അല്ല ഈ വണ്ടിയിൽ ഇവിടെ ലാൻഡ് ക്രൂസർ മാത്രമേ ഓടുള്ളൂ. മണലിന്റെ ഉള്ളില് ബാക്കിലുണ്ട്. പിന്നെ വേറെ കാര്യങ്ങളൊന്നും പറയല്ല. വണ്ടി ആകെ കുലിക്കൊണ്ടിരിക്കുകയാണ്. ഗുഡ് നൈറ്റ്. ബൈ 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 ബൈ. ഹബീബി കം ടു ദുബായ്. ഞാൻ മറന്നു പറയാം. ഹബീബി കം ടു ദുബായ്.